ഹായ് ഹലോ വെൽക്കം ബാക്ക് അഗൈൻ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ നിങ്ങൾ തമ്മിൽ ഏറെക്കുറെ കണ്ടിട്ടുണ്ടോ, പക്ഷേ വണ്ടി അതൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ നമ്മളിത് ഷോറൂമിലോട്ട് എത്താൻ പോവുകയാണ്. അപ്പം ഞാനുണ്ട്, അപ്പുണ്ട്, ശ്രീതേട്ടയുണ്ട്, ടോണിച്ചേട്ടയുണ്ട്, പക്കുവിൻ്റെ കാണത്തില്ല, പക്കുതുണ്ട്. അപ്പം നമ്മൾ 5 പേരാണ് പോകുന്നത്. അപ്പം ഇതേ ഷോറൂമിലോട്ട് എത്താറായി. നമ്മൾ തൊടുപുഴയിലാണ് വണ്ടി ഡെലിവറി എടുക്കുന്നത്. വണ്ടി അതെന്ന് അറിയണമെങ്കിൽ സ്റ്റേ ട്യൂൺ ചെയ്യുക. നമ്മളിത് ഇപ്പോൾ ഷോറൂമിലേക്ക് എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പം വരെ, നമ്മുടെ കട്ടപ്പനയ്ക്ക് തൊട്ടടുത്ത കമ്പം 30 കിലോമീറ്റർ അടുത്തേ ഉള്ളൂ. എന്നാലും നമ്മൾ കമ്പം വരെ വന്നതാണ്. കമ്പത്തുനിന്ന് പെട്ടെന്ന് പ്ലാൻ മാറ്റി ഞാൻ, ടോണിച്ചേട്ടൻ, അപ്പു, ശ്രീധരേ, ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. പെട്ടെന്ന് ഞങ്ങൾ പ്ലാനും കാര്യങ്ങളൊക്കെ മാറ്റി നേരെ ദിണ്ടിക്കൽ വന്നതെന്തിനാണെന്ന് അറിയണ്ടേ, നമ്മുടെ ബാക്കിലുണ്ട്. അപ്പം 1957 എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തലപ്പാക്കെട്ട് ബിരിയാണി കഴിക്കാൻ വന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാമെന്നുള്ള ഒറ്റ ഇതുള്ളായിരുന്നു. എങ്ങനെയും 500 കിലോമീറ്റർ ആക്കി. ഇപ്പോൾ ഏറെക്കുറെ വണ്ടി 200-250 കിലോമീറ്റർ ആയിട്ടുണ്ട്. വണ്ടിയുടെ റിവ്യൂ കാര്യങ്ങളൊന്നും എടുക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. നമ്മൾ ഇന്നലെ വണ്ടി എടുത്തു, ഇന്നലെ വെള്ളിയാഴ്ച, ഇന്നത് ഇപ്പോൾ ശനിയാഴ്ച നൈറ്റാണിത്. നമ്മൾ ജസ്റ്റ് ടൗണിൽ കൂടെ വണ്ടി ഓടിച്ചതേ ഉള്ളൂ. നമ്മളെന്തായാലും
ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ബാക്കിയായിട്ട് ഇതിപ്പോൾ ജസ്റ്റ് കഴിക്കാൻ വന്നതിൻ്റെ കാണാൻ ഞാൻ കാണിച്ചു തരുന്നുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും വണ്ടിയുടെ റിവ്യൂ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ പുറകിന് വരുന്നതിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ ആദ്യം ഇറങ്ങണമെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോ നിങ്ങൾ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് നേരെ ഫുഡ് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കാം. പറഞ്ഞു നിങ്ങളുടെ കാര്യം എടുത്ത് ഫസ്റ്റ് പറഞ്ഞേ. ടോണി ചേട്ടായി, ശ്രീ ചേട്ടായി, അപ്പോൾ ഇതേ നമ്മുടെ 2 വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. നമ്മൾ കറക്റ്റ് ഒരാഴ്ച വ്യത്യാസമില്ല 2 വണ്ടി നിൽക്കുന്നത്. ഇത് കഴിഞ്ഞ വെള്ളിയാഴ്ച, ഇത് ഈ വെള്ളിയാഴ്ച. അപ്പോൾ നമ്മുടെ 2 വണ്ടിയുണ്ട്. ഈ വണ്ടി എടുക്കാൻ പോയപ്പോഴാണ് ഈ വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ട് എടുത്തത്. അപ്പോൾ 2 വണ്ടി ഇവിടെയുണ്ട്. ഫാൻ ഓഫാക്കി കഴിഞ്ഞ് വണ്ടി നിർത്തും. നമുക്കെന്തായാലും ഫുഡ് കഴിച്ചിട്ട് നോക്കാം അല്ലേ? ചേട്ടാ കഴിച്ചിട്ടുണ്ടോ ഇതിന് മുമ്പേ? ചേട്ടയോ? അപ്പോൾ കഴിച്ചിട്ടുണ്ടോ? ഞാനും കഴിച്ചിട്ടില്ല കേട്ടോ. നമുക്ക് കഴിച്ചു നോക്കാം. അപ്പോൾ നമുക്കെന്തായാലും അവിടെ പോയിട്ട് വാങ്ങാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൗണിലാണ് പോയത്. ടൗണിൽ കുഞ്ഞും കടയാണ്. ഫസ്റ്റത്തെ ബ്രാഞ്ച് അവിടെയാണെന്ന് പറയാം. ദിണ്ടിഗൽ ടൗണിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇവിടെ വന്നിട്ട് നമ്മൾ വീഡിയോ എടുത്തേ. അപ്പോൾ നമ്മളിതേ ബൈപ്പാസ് റോഡിലാണുള്ളത് കേട്ടോ. അപ്പോൾ അതേ ബാക്കിൽ കാണുന്നതാണ് ദിണ്ടിഗൽ അൽപ്പാക്കറ്റ് ബിരിയാണി. അപ്പം നമുക്കെന്തെല്ലാം കയറിയിട്ട് ഫുഡ് എങ്ങനെയുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം കുറേ കടറുണ്ട് കഴിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് കഴിക്കാൻ പോണേ. നമുക്ക് കയറിയിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. 2 പീസാ. നീ ഇപ്പോൾ പറഞ്ഞ എന്നാ മട്ടൻ കുച്ചിക്കുള്ള എவ்வளோ പീസ് ഇருக்கு? 3 പീസാ. അപ്പോൾ കുച്ചി ഒന്നും ഇതൊന്നും പോയി. സൂപ്പർ. അപ്പോൾ ചിക്കൻ സൂപ്പർ. ഇതാണ് കുച്ചി മട്ടൻ. ഇവിടെ ചേട്ടൻ നമ്മുടെ വീഡിയോ കണ്ടുപിടിക്കുന്നു. സ്റ്റാർട്ടർ സൂപ്പ്. അപ്പൂവിന് പാത്രം കിട്ടിയില്ല ഗൈസ്. നല്ല അടിപൊളി സൂപ്പ്. നല്ല സ്പൈസി ആയിട്ടുണ്ടല്ലേ? അതാ നല്ല സ്പൈസി. நல்லா இருக்கு. മുട്ട എങ്ങനെയുണ്ട്? കഴിച്ചു ഒരു വൈകുള്ളത് എറണാകുളത്താണെങ്കിൽ ഞാൻ കഴിച്ചു നോക്കട്ടെ. ശ്രീ ചേട്ടയുടെ കൂടെ കാണാം. ഇതുവരെ കഴിച്ചേ? ഞാനും കഴിക്കട്ടെ. വെള്ളം പറഞ്ഞു കഴിച്ചിട്ട് ബാക്കി ഒന്ന് കഴിച്ചൊന്നും നഷ്ടമില്ല. 2 hours later. എല്ലാവരും കാലിയാക്കി. അവർ കഴിച്ചിട്ട് കൈ കഴുകാൻ വേണ്ടി പോയി. ഞാനപ്പോലെ ഫുഡ് അടിപൊളി കേട്ടോ. ഒന്നും പറയാനില്ല. നല്ല അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ വീഡിയോ എടുക്കുന്നതിന് പേര് പൊക്കി പറയുന്നില്ല. സൂപ്പർ ഫുഡ്. ഈ എല്ലാ ഇടവേലും പോയി അപ്പോൾ ഒരു കാര്യം ചെയ്യാം, കൈ ഇട്ട് വന്നിട്ട് ബാക്കി പറയാം. അപ്പോൾ അതേ നമ്മൾ ഫുഡ് കാര്യങ്ങളെല്ലാം കഴിച്ചിറങ്ങി. അവർ തോന്നുന്നുണ്ട് നമ്മളിനിയിപ്പോൾ നേരെ തിരിച്ചു പോവുകയാണ്. ഇതിൻ്റെ ബാക്കിയായിട്ട് നിങ്ങൾ കാണാൻ പോകുന്ന വണ്ടിയുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മൾ പകലല്ല വന്നത്, അതുകൊണ്ടാണ് നമുക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ അധികം പറ്റാത്ത വണ്ടിയുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ. ഇത്രയും ദൂരം ഓടി വന്നതിൻ്റെ റൈഡർ അല്ലെങ്കിൽ റൈഡിങ് എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ പുറകിന് വരുന്നുണ്ട്. ഇതെല്ലാം ഇപ്പോൾ പറയുന്നില്ല, എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് നാളെ നാളെ മിനിറ്റിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടിരിക്കും. ഞാൻ നാളെ ആയിരിക്കും ബാക്കി വീഡിയോ ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മുടെ മുഴുവൻ വീഡിയോ കാണാൻ ശ്രമിക്കുക. എന്തായാലും നമുക്ക് നാളത്തെ വിഷയം കാണാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളങ്ങനെ ഈ ഒരു സെക്ഷൻ വീഡിയോ, അതായത് വണ്ടി ഇറക്കുന്ന വീഡിയോ, നമ്മൾ ഫുഡ് കഴിക്കാൻ പോയ വീഡിയോ, അത് കഴിഞ്ഞ് യൂസർ റിവ്യൂ, ഒരു 500 കിലോമീറ്റർ നമ്മൾ സർവീസിന് പോകുമ്പോഴുള്ള വീഡിയോ, ഇത്രയുമാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. വണ്ടിയുടെ സൈഡിൽ സാധനങ്ങൾ ഇരിക്കണം, നോക്കണ്ട, ഞങ്ങൾ വീട് മാറുകയാണ്, അതുകൊണ്ടാണ് അങ്ങനെ സാധനങ്ങൾ ഇരിക്കണം.
അപ്പം ഞാൻ വലിയ കാര്യത്തിൽ GoPro ഒക്കെ എടുത്ത് വെച്ചു, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോയി. പക്ഷേങ്കിൽ നമുക്ക് ഇപ്പോൾ എഡിറ്റ് ചെയ്യാനിരുന്നപ്പോഴാണ് ആ വലിയ സത്യം ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ GoProയുടെ മൈക്ക് അടിച്ചു പോയിരിക്കുന്നു ഗൈസ്. നമ്മൾ അഡീഷണലായിട്ട് സെപ്പറേറ്റ് മൈക്കാണ് യൂസ് ചെയ്യുന്നത്. ആ മൈക്ക് അടിച്ചു പോയിരിക്കുന്നു. മൈക്കാണോ ഇനിയിപ്പം GoProയുടെ അഡാപ്റ്ററാണോ അടിച്ചു പോയേക്കണമെന്ന് അറിയില്ല. ഇപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞിട്ട് വീഡിയോ എടുക്കുന്നത്. വീഡിയോക്കകത്ത് സൗണ്ട് ഇല്ല ഗൈസ്. സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ വീഡിയോ ഇവിടം കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു വീഡിയോ ആയിരുന്നു. കാരണം നമ്മൾ തൊടുപുഴയ്ക്ക് സർവീസിന് പോയത്, നമുക്ക് വണ്ടിയിലുണ്ടായ പ്രശ്നങ്ങൾ, കാര്യങ്ങൾ, അതുപോലെ തന്നെ യൂസർ എക്സ്പീരിയൻസ് 500 കിലോമീറ്റർ ഓടിച്ചിട്ട് വണ്ടിയിൽ നിന്നുള്ള അപാകതകളോ അല്ലെങ്കിൽ വണ്ടിയുടെ പോസിറ്റീവ് തിങ്സ് എല്ലാം വെച്ചിട്ടുള്ളൊരു റിവ്യൂ ആയിരുന്നു നമ്മൾ ഉദ്ദേശിച്ചതും നമ്മൾ എടുത്തിരുന്നതും. വണ്ടിയുടെ ടോപ്പിൻ്റെ കാര്യങ്ങൾ, വണ്ടിയുടെ 2 മോഡുകൾ, വണ്ടിയുടെ മീറ്ററിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ വലിയ റിവ്യൂ ആയിട്ടില്ല എങ്കിലും നമ്മൾ ഓടിക്കുമ്പോഴുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ടൊരു റിവ്യൂ നമ്മൾ എടുത്തു വെച്ചിരുന്നു. പക്ഷേ എങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് റിവ്യൂ കിട്ടിയില്ല. എന്ത് ചെയ്യാൻ, നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം മൈക്ക് പോയതുകൊണ്ട് തന്നെ. എന്തായാലും ഉടനെ തന്നെ നമ്മൾ മൈക്ക് റീപ്ലേസ് ചെയ്തിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം ഓണം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. കണ്ടോ, ആക്ഷൻ കാണുമ്പോൾ അറിയാമല്ലോ, ഞാൻ സംസാരിച്ചുകൊണ്ടാണ് പോകുന്നത്, ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഓണം ആയതുകൊണ്ടും വീട് മാറുന്ന കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടായിരുന്നത്. എന്തായാലും അടുത്ത ദിവസം തൊട്ട് നമ്മുടെ വീഡിയോ വീണ്ടും വരുന്നതാണ്. അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്കൊരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആവുള്ളൂ. നമ്മൾക്ക് അടിപൊളി വീഡിയോസും കാര്യങ്ങളും ഇനിയും പുറകിന് വരായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പുതിയ ബൈക്ക് തന്നെ വന്നേ എന്ന് വേണമെങ്കിൽ വെച്ചോ. എന്തായാലും അടുത്ത വീഡിയോയിൽ ചെറിയ കുഞ്ഞൊരു ഗീവ് അവേ കൂടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം പുറകിലത്തെ വീഡിയോയിൽ വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ റിവ്യൂ കണ്ടോ, അടുത്ത സൈഡിൽ ഇരിക്കുന്നതൊക്കെ റിയാക്ഷൻ കണ്ടോ, ഈ റിയാക്ഷനൊക്കെ വരുന്നുണ്ട്. അതാണ് ഞാൻ അവിടെ പറഞ്ഞത് കേട്ടോ. അപ്പം അതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്റ്റേ ഓൺ ചെയ്യുക. ഈ ഒരു വീഡിയോ പാളിപ്പോയി, എനിക്കറിയാം, മനസ്സിലാകും. എല്ലാവരും സഹകരിക്കുക. അപ്പം നമുക്ക് എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോയിൽ നിന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ എന്തായാലും സങ്കടമുണ്ട്. കാരണം നമ്മൾ തൊടുപുഴ പോയി നമ്മൾ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് നമുക്ക് ഇടാൻ പറ്റാത്തത് എന്നുള്ളതിൽ വലിയ സങ്കടമുണ്ട്. നമുക്കെന്തായാലും ചെറിയൊരു കുറച്ച് ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യും. എന്തായാലും അടുത്ത ആഴ്ച വീണ്ടും കാണാം. ടാറ്റാ. അയ്യോ, ഒരു കാര്യം മറന്നുപോയി. എല്ലാവർക്കും ഓണാശംസകൾ കേട്ടോ. ലേറ്റായി പോയി, എന്നാലും ഇരിക്കട്ടെ. ഓക്കെ, ബൈ.